ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾക്ക് വേണ്ടി മാധവേട്ടനെങ്കിലും ഇറങ്ങി തിരിച്ചല്ലോ. ഞാൻ മീനാക്ഷി ഒന്ന് വിളിക്കട്ടെ മാധവേട്ട. നീ വിളിക്കണം. അത് മീനാക്ഷിക്ക് ഒരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇപ്പൊ വേണ്ട. മീനാക്ഷി, ഞാൻ ചെന്നിട്ട് വിളിക്കാം കേട്ടോ. നന്ദിയുണ്ട് അച്ഛാ. എന്നെ ആറുമുഖം തട്ടിക്കൊണ്ട് പോയി നിർത്തിപ്പോ രാത്രി തന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ ജഗദമ്മയോടൊപ്പം പോവാൻ അച്ഛന് മനസ്സുണ്ടായല്ലോ. ദൈവം അച്ഛനാ മനസ്സ് തന്നത്. അച്ഛനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലായിരുന്നു. ഈ ജന്മം നിങ്ങൾ ആരും എന്നെ കാണില്ലായിരുന്നു. നന്ദിയുണ്ട് അച്ഛാ, തീരാത്ത നന്ദിയുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ച കടമ ഞാൻ നിറവേറ്റിയെന്നേ ഉള്ളൂ. അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല മോളെ. നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ചന്ദ്രുവിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മരുമോളുടെ അടിമപ്പണി ചെയ്ത് അവള് കിടപ്പിലാകുമായിരുന്നില്ലേ? അവളുടെ ജീവൻ പോലും നിലനിൽക്കുന്നത് നിന്റെ ഔദാര്യം കൊണ്ടല്ലേ മോളെ? നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അതിന് ഞാൻ ദൈവത്തോടാ നന്ദി പറയേണ്ടത്. മീനാക്ഷിയുടെ രൂപത്തിൽ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ വർഷമോളാ ജഗതേ. മീനാക്ഷിയായി വന്ന് ചന്ദ്രിയയ്ക്ക് ആശ്വാസം കൊടുത്തത് എന്റെ വർഷമോളാ. എന്നാ ഇനി ഞാൻ വൈകിക്കുന്നില്ല. കുറച്ചു ദിവസത്തേക്ക് മോള് പണിയെടുക്കാനൊന്നും പോകണ്ട. പുറത്തേക്കുള്ള യാത്രയും വേണ്ട. വിശ്രമിക്കേ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. ശരി അച്ഛാ. എന്റെ വെളിപ്പുറത്തമ്മേ, എന്തൊരു പരീക്ഷണോ ഇത്! പാവം മീനാക്ഷി. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ? തേടിപ്പോയ ആളിനെയും കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എത്രയായി? മാധവേട്ട, മീനാക്ഷി സുരക്ഷിതമായിട്ട് സുചിത്രയുടെ അമ്മയോടൊപ്പം ഉണ്ട്. സത്യമാണോ മാധവേട്ട? അതോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയാണോ? എന്താ ചന്ദ്രു ഇങ്ങനെയൊക്കെ? എന്റെ ചന്ദ്രനോട് മാധവൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ?
അവള് സുരക്ഷിതയായിട്ട് ജഗതയോടൊപ്പം ഉണ്ട്. മീനാക്ഷിയെ കാണാതായതിന്റെ പിന്നില് നമ്മൾ സംശയിച്ചതുപോലെ ആ അറുമുഖം തന്നെയാ. മീനാക്ഷി ഉപദ്രവിച്ച ആളെ വെറുതെ വിടരുത് മാധവേട്ട. അവൻ അടുത്തിടയ്ക്കൊന്നും പുറത്തിറങ്ങാത്ത വിധം നല്ല കടുത്ത വകുപ്പുകൾ ചുമത്തി അകത്തിട്ടിരിക്കുന്നത്. ഉടനെ ഒന്നും ജാമ്യം പോലും കിട്ടില്ല. അവനെ അകത്താക്കിയല്ലോ, അത് മതി. ഞാൻ നൊന്തുപറ്റ മക്കൾക്ക് പോലും തോന്നാത്ത മനസ്സിലിവ ആ മീനാക്ഷി എന്നോട് കാണിച്ചത്. അവൾക്ക് വേണ്ടി മാധവേട്ടനെങ്കിലും ഇറങ്ങി തിരിച്ചല്ലോ. ഞാൻ മീനാക്ഷി ഒന്ന് വിളിക്കട്ടെ മാധവേട്ട? ആ, നീ വിളിക്കണം. അത് മീനാക്ഷിക്ക് ഒരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇപ്പൊ വേണ്ട. ആ വൃത്തികെട്ട അറുമുഖത്തിന്റെ ഒളിസങ്കേതത്തിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങി ആ കുട്ടി മാനസികമായി ആകെ തളർന്നിരിക്കുക. ആ കുട്ടി ഒന്ന് റിലാക്സ് ആവട്ടെ, അതിനുശേഷം വിളിച്ചാ മതി. അല്ല, അതിനു മുന്നേ നിനക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജഗതയുടെ ഫോണിലേക്ക് വിളിക്ക്. അതായിരിക്കും നല്ലത്. ശരി മാധവേട്ട, ഞാൻ അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ. അതെ ചന്ദ്രു, ഒരു ചായ തന്നിട്ട് പോരെ? സോറി മാധവേട്ട, അത് ഞാനങ്ങ് മറന്നു. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോ അല്ലെങ്കിലും വല്ലാത്തൊരു വെപ്രാളമാ. മാധവേട്ട ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. ഇവളുടെ വെപ്രാളം കണ്ട ആ മീനാക്ഷിയെ ഇവള് പ്രസവിച്ചതാണെന്ന് തോന്നും. എന്താ മോളെ ഇത്? നിന്നോട് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ? ദാ ഈ കട്ടൻ കുടിച്ചിട്ട് പോയി കുളിക്കേ. നീ കരയാണോ? എന്ത് സംഭവിച്ചിട്ടാ നീ ഇപ്പൊ ഈ കരയുന്നേ? മാനത്തെ കൊട്ടാ